Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അല്ല. ഗുഡ് മോർണിംഗ് നിഖിൽ. ഇന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പേഴ്സണൽ എമർജൻസീസ് ആയിട്ട് നമ്മുടെ റിസർച്ച് ആയിട്ടുള്ള സൂരജ് നായറിന് നമ്മുടെ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഓൺലൈനിൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് നിലവിൽ ഇപ്പോൾ കടക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഒരു വലിയ ഒരു ഇടിവിന് ശേഷം ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ടോണാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25,211 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവാണുള്ളത്. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ടോൺ തന്നെയാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അതായത് ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിൽ നിലനിൽക്കുന്ന ഹെഡ്വിൻസ് ഒക്കെ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ചർച്ചകൾ മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഒട്ടും മികച്ച ഒരു ടേക്ക് ഓവർ ഡാറ്റ ആയിരുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. കനത്ത സെൽ ഓഫ് തന്നെയായിരുന്നു US എല്ലാ വിപണികളും. അതായത് S&P 500 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.06% ഒരു ഇടിവ്. നാസ്ഡാക്ക് സൂചിക 2.12% ഇടിഞ്ഞപ്പോൾ ഡോ ജോൺസ് സൂചികയും ഏകദേശം 1.76% ഒരു വലിയൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും US ഫ്യൂച്ചേഴ്സും ഒരു ഇടിവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഗ്രീൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. കൂടാതെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ്റെ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്ന പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അങ്ങനെ വിപണി പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പല രീതിയിലുള്ള ഹെഡ്വിൻഡ് നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഏർണിംഗ്സ് ഡാറ്റയും അത്രത്തോളം പോസിറ്റീവായിട്ട് വരുന്നില്ല. ഇന്നലെയൊക്കെ വന്നിരുന്ന ചില ഡാറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനൊക്കെ തന്നെ വളരെ മികച്ച ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ നിരാശപ്പെടുത്തിയതൊക്കെ തന്നെ കമ്പനികൾ വരുമ്പോഴേക്കും നിരാശപ്പെടുന്ന തരത്തിലുള്ള പല പാരാമീറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പോലും ചില പാരാമീറ്റേഴ്സിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നില്ല. നിഖിൽ, ഏതായാലും ഇപ്പം നമുക്ക് മാർക്കറ്റ് ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു പാനിക് സെല്ലിങ് അവസാനിക്കുന്നില്ല. അതായത് ഇന്നിപ്പോൾ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് 200 EMA ആയിട്ടുള്ള 25,113 ആ ഒരു 100 എന്നൊരു റേഞ്ച് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് പ്രശ്നം, വളരെ ടെക്നിക്കലി വളരെ വീക്കായൊരു സ്റ്റേറ്റിലേക്ക് നീങ്ങിയേക്കാം എന്നൊരു കോഷൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സിൽ ഇപ്പം റിലയൻസിൻ്റെ കേസ് പറയുമ്പോഴേക്കും റിലയൻസിൽ അവരുടെ നമ്പർ പബ്ലിഷ് അവരുടെ ഓയിൽ മാർക്കറ്റിങ്ങിലൊക്കെ O2C സെഗ്മെൻറ്റിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ശക്തമായിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ റീറ്റെയിൽ സെഗ്മെൻറ്റിലുണ്ടായ ആ ഒരു കുറവ് വലിയ തോതിൽ നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് റിലയൻസിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ ഭേദപ്പെട്ട റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന HDFC ബാങ്കിനും കഴിഞ്ഞു. പക്ഷേ ആ നമ്പേഴ്സും ഒരുപക്ഷെ വിപണിയിൽ കാര്യമായിട്ടുള്ളൊരു ചലനം സൃഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ആ ഒരു 200 DMA ലെവൽ കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 200 പോയിൻറ്റ്സിനടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. പക്ഷേ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം റെസീലിയൻസ് പ്രകടിപ്പിക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ PSU ബാങ്കാണ് വീണ്ടും ഇന്നിപ്പോൾ നമുക്കൊരു അല്പം കൂടി ആശ്വാസം പകർന്നിരിക്കുന്നത്. PSU ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഒരുപക്ഷെ മറ്റ് സെക്ടേഴ്സിലൊക്കെ തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ പോലും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട്, പക്ഷേ അതിന് നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റിൽ ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് PSU ബാങ്ക് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നത് മെറ്റൽ സെക്ടറാണ്. കാരണം മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുമ്പോഴേക്കും ഈ ഒരു കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നത് വലിയ തോതിൽ മെറ്റൽ സൂചികയ്ക്കൊരു കരുത്തായി മാറിയിട്ടുണ്ട്. സിൽവർ ഇന്നലെ ഓൾ ടൈം ഹൈ ചെയ്തിട്ടുണ്ട്, ഓൾ ടൈം ഹൈയിലേക്ക് ഇന്നും എത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗോൾഡിൽ $4,800 എന്നൊരു മറികടന്നുള്ളൊരു കുതിപ്പാണ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. സോ മെറ്റൽ സൂചിക ഇന്ത്യയുടെ ഒരു ഡിഫൻസീവ് മോഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 1% നേട്ടം നൽകാനായിട്ട് മെറ്റൽ സൂചിക്ക് കഴിയുന്നുണ്ട്. ഫാർമയിലും 1%-ടുത്തൊരു നേട്ടം നൽകുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ മറ്റെന്തൊക്കെ അപ്ഡേഷൻസ് ആണ് നമുക്കുള്ളത്? അല്ല, അത് മെറ്റലിനെ കൊണ്ട് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിലവിലിപ്പോൾ സൂചിപ്പിക്കാം. മെറ്റൽ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ദിനങ്ങളിൽ ഏകദേശം 11 സെഷൻസിലാണ് FISൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതിൽ തന്നെ
FMCG സെഗ്മെൻറ്റിലായിരുന്നു ഏറ്റവും വലിയ ഒരു സെല്ലിംഗ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 6128 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് ആണ് ജാനുവരി 1 മുതൽ 15-ാം തീയതി വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സർവീസസ് പരിശോധിക്കുകയാണെങ്കിൽ 3190 കോടി രൂപ, ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT പരിശോധിക്കുകയാണെങ്കിൽ 2075 കോടി രൂപയുടെ ഒരു സെൽ ഓഫ് ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ മെറ്റൽസ് ആൻഡ് മൈനിങ് സെഗ്മെൻറ്റിലേക്ക് പരിശോധിക്കുമ്പോൾ ഈ ഒരു ഔട്ട്ഫ്ലോയിൽ നിന്ന് നിലവിലിപ്പോൾ മാറിക്കൊണ്ട് FIS ഒരു ഇൻഫ്ലോ സെൻറ്റിമെൻറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഏകദേശം 2689 കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് നിലവിലിപ്പോൾ മെറ്റൽ ആൻഡ് മൈനിങ് സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് പരിശോധിക്കുകയാണെങ്കിൽ 326 കോടി രൂപ, കൺസ്യൂമർ ഡ്യൂറബിൾസിലേക്കും 322 കോടി രൂപയുടെ ഒരു ഇൻഫ്ലോസ് ഉണ്ടാകുന്നത് നിലവിലിപ്പോൾ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇന്ത്യയുടെ ഒരു പ്രൊഡക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെയായിരുന്നു കോർ ഔട്ട്പുട്ട് ഡേറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡിസംബർ മാസത്തിലുണ്ടായിരുന്ന ആ ഒരു കുറവിൽ നിന്നൊക്കെ തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഇലക്ട്രിസിറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏതായാലും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഡൊമസ്റ്റിക് തലത്തിൽ പല തരത്തിലുള്ള ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് വരുന്നത് എങ്കിൽ പോലും അതൊന്നും തന്നെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ആ ഒരു ഡേറ്റയൊക്കെ പുറത്ത് വന്നപ്പോൾ പോലും അതൊന്നും തന്നെ മാർക്കറ്റിൽ വലിയ തോതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഇതിനേക്കാളൊക്കെ ഉപരി ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ വിപണികളെയൊക്കെ സ്വാധീനിക്കുന്നത് ട്രംപിൻ്റെ പ്രസ്താവനകളും അമേരിക്കയുടെ വിവിധ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസും ഒക്കെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇത്രയും നാൾ ഒരുപക്ഷെ ഒരു വലിയ തോതിൽ പിടിച്ചു നിന്ന് US വിപണികളിൽ ഒരു വലിയ തോതിൽ ഒരു ഇടിവൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെയോടുകൂടി ആ US വിപണിയിലേക്കും ഈ ഒരു സമ്മർദ്ദം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡൗ ജോൺസ് സൂചിക ഓൾമോസ്റ്റ് ഒരു 900 പോയിന്റ്സിന് ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 100 എത്തുകയാണെങ്കിൽ 500 പോയിന്റ്സിന് മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ S&P 500 സൂചിക്കുകയാണെങ്കിൽ 150 പോയിന്റ്സിന് മുകളിലുള്ളൊരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അമേരിക്കയിലടക്കം ശക്തമായിട്ടുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കിന്നിപ്പോൾ എനിക്കൊന്ന് സൂരജ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അല്ലോ. സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു പാനിക് സെല്ലിംഗ് എന്നതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 25,100 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. പക്ഷേ പല അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ന് വിപണിയെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലായിട്ടൊരു ദിവസമാണ്. 200 ഡേ EMA എന്നൊരു ലെവൽ കൈവിടുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ടെക്നിക്കലി വളരെ വീക്കാകാനും വീണ്ടും കൂടുതൽ ഇടിവിലേക്ക് നീങ്ങാനും ഒക്കെയുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പല അനലിസ്റ്റുകളും ഒരു കോഷ്യസ് സ്റ്റാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ജനറൽ ഔട്ട്ലുക്ക് എന്താണ്? ഇത്തരമൊരു ഇടിവിനെ ഒരു നിക്ഷേപകൻ എങ്ങനെ ആയിരിക്കണം ബുദ്ധിപൂർവ്വമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്? അനില, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഓപ്പണിംഗ് അവേഴ്സിൽ ചെറിയൊരു ഇൻഡിക്കേഷൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു നിഫ്റ്റി ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് 2 ദിവസം കൂടി കറക്ഷൻ നിലനിൽക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അനലിസ്റ്റുകളുടെ എല്ലാ ചാർട്ടും തെറ്റും എന്നുള്ളൊരു വാർണിംഗ് നമ്മൾ കൊടുത്തിരുന്നു. നമുക്കൊരു ചാനൽ എന്ന രീതിയിലോ മീഡിയ എന്ന രീതിയിലോ നമുക്കൊരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മാർക്കറ്റ് ടെക്നിക്കലി വീക്കായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ ഈ എൻ ക്യാരി ട്രേഡിന്റെ അൺവൈൻഡിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു ഇംപ്ലിക്കേഷൻസും നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു എന്നുള്ള നമ്മൾ പറഞ്ഞു. ജപ്പാനിൽ അവരുടെ ബോണ്ട് ഈൽഡ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും ലോകമെമ്പാടും ഗ്ലോബലി ഒരു അൺവൈൻഡിങ് ഓഫ് എൻ ക്യാരി ട്രേഡ് നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള 2-3 ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്യൂസ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. കാര്യം മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ബയസ് ഉണ്ടായിരുന്നു എന്നും അത് ഏതാണ്ട് താഴേക്കാണ് ട്രെൻഡ് ചെയ്യണമെന്നുള്ള ഒരു കോഷൻ നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള. അതേപോലെ തന്നെ ആ പ്ലേ ബുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഹാപ്പി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങണമെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് മോർണിംഗ് അല്ലെ. ഇന്നലെ മാർക്കറ്റിൽ കണ്ടത് ഒരു ക്യാപിറ്റുലേഷൻ ആയിരുന്നു. ക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മാർക്കറ്റിൽ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ്. അതായത് ലാർജ് ക്യാപ്പിലായാലും ശരി, മിഡ് ക്യാപ്പിലായാലും ശരി, സ്മോൾ ക്യാപ്പിലായാലും ശരി, SME സ്റ്റോക്കിലാണെങ്കിലും ശരി എടുത്തെറിയായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് അത് പോരുന്നത്. അതിന്റെ കൂടെ കൂടുതലും ട്രിഗർ ചെയ്ത ഫാക്ടേഴ്സ് ഒന്ന് എക്സ്പയറി ആയിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ്. പലരും ഈ എന്താ പറയാ മാർജിൻ എടുത്ത് ട്രേഡ് ചെയ്യുന്നത് കാരണം അത് ട്രിഗർ ചെയ്തതിന്റെ ഒരു ഫാക്ടറും കൂടെ എനിക്ക് തോന്നുന്നു 1 മണിക്ക് ശേഷം എസ്പെഷ്യലി ലാസ്റ്റ് 2 മണിക്കൂർ നല്ല രീതിയിൽ മാർക്കറ്റിനെ എഫക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ ഓവർസീസ് ക്ലൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് നമ്മൾ നോക്കണമെങ്കിൽ നമുക്കറിയാം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നല്ല വീക്ക്നെസ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സ്, അതായത് വിക്സിന്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിലും
നല്ല രീതിയിൽ ഹയസ്റ്റ് ആയി, അതായത് നവംബറിന് ശേഷം നവംബർ, ഡിസംബർ, ജാനുവരിയിലെ ഇന്നലത്തെ ഫിഗർ അല്ലെങ്കിൽ ഇന്നത്തെ ഫിഗർ എന്ന് പറയുന്നത് നവംബറിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് ഫിഗറിലേക്കാണ് US 10-year ബോണ്ട് yield നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഫാക്ടറാണ്. അത് നോക്കുകയാണെങ്കിൽ 4.29% ആയിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതായിരുന്നു നമ്മൾ ഈ ആഴ്ച മുതൽ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിന്റെ ടെക്നിക്കൽ വീക്ക്നെസ് ആണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഈ ആഴ്ച തുടക്കത്തിൽ പറഞ്ഞു there is a global risk which is unwinding of when carry trade. 30 ട്രഷറി 30-year 40-year ട്രഷറീസ് നമ്മൾ ജപ്പാൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 25 ബേസിസ് പോയിന്റ്സ് ആണ് ഇന്നലെ കയറിയെന്നുള്ളത്. ഇതിന്റെ ഒരു റിസ്ക് ഈ ആഴ്ചയിലെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചിരുന്നു എന്നുള്ള നമ്മൾ ഈ ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ജാപ്പനീസ് മാർക്കറ്റിൽ നിന്നും യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നും അതർ ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും നമ്മൾ ഡേറ്റ എടുത്ത് നമ്മുടെ പ്രേക്ഷകരോട് കൊടുക്കുന്നത് ഇതൊരു ഇൻഡിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് നമ്മൾ കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കറക്റ്റ് ആയിരുന്നു. അൺവൈൻഡിങ് ഓഫ് ക്യാരി ട്രേഡ് തന്നെയാണ് നടന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കേണ്ടാവും കൂടുതലും ഗ്രീൻലൻഡിന്റെ ഇഷ്യൂ ആണ്, ട്രംപിന്റെ ഇഷ്യൂ കാരണമാണ് ഇന്നലെ മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ചെയ്തത്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് മാർക്കറ്റിന് ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് എൻ ക്യാരി ട്രേഡ് ആണെന്നുള്ള അൺവൈൻഡിങ് ഓഫ് എൻ ക്യാരി ട്രേഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെ നമ്മൾ ഇന്നലെ US മാർക്കറ്റിലും കണ്ടു. US മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിങ്ങാന്ന് US മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ഇത് പ്രമാണിച്ച് ഹോളിഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എഫക്ട് US മാർക്കറ്റിൽ ഉണ്ടായത് ഇന്നലെ രാത്രിയായിരുന്നു, അതായത് ഇന്നലത്തെ US മാർക്കറ്റിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇന്നലെ വേറൊരു കാര്യത്തിന്റെ കോഷനും കൂടെ രാവിലെ 10 മണിയുടെ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ് 9:30 to 10:30 നമ്മൾ പറഞ്ഞിരുന്നു ജപ്പാൻ ഈസ് ഗോയിങ് ഫോർ എ സ്നാപ്പ് പോൾസ് എന്ന് പറഞ്ഞിരുന്നു. അതായത് പാർലമെന്റ് ഡിസോൾവ് ചെയ്യുന്നത് മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. അന്ന് തന്നെയാണ് ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് എന്നും പറഞ്ഞു. ഏതാണ്ട് ഫെബ്രുവരിയിലായിരിക്കാം സ്നാപ്പ് പോൾസ് എന്നും കൂടെ പറഞ്ഞു. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ഇക്വിറ്റി മാർക്കറ്റ്സിന് വളരെ നന്നായില്ല. അതുകൊണ്ടാണല്ലോ ജാപ്പനീസ് ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. അതായത് മാർക്കറ്റിനെ ഒന്ന് കാം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ഗ്രീൻലൻഡോ ഇറാനോ വെനിസ്വേലയോ അല്ല, യൂറോപ്യൻ യൂണിയനോ അല്ല, ജപ്പാൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജപ്പാന്റെ എൻ ക്യാരി ട്രേഡിന്റെ അൺവൈൻഡിങ് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള. അതുകൊണ്ടാണ് ജാപ്പനീസ് ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ മീഡിയയിൽ വന്നിട്ട് മാർക്കറ്റിനെ ഒന്ന് കാംനെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവന്നതെന്നുള്ള. പിന്നെ ഓഫ് കോഴ്സ് ഗ്രീൻലൻഡ് ഒരു പ്രോബ്ലമാണോ? ഗ്രീൻലൻഡ് ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഡെൻമാർക്ക്, അതായത് ഡാനിഷ് ആയിട്ടുള്ള ഒരു പെൻഷൻ ഫണ്ട് US ട്രഷറീസ് വിൽക്കാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് വരും. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് ആണ്. കാര്യം ഈ ഡാനിഷ് പെൻഷൻ ഫണ്ട് വിൽക്കാൻ പോകുന്ന US ട്രഷറീസ് വലിയ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഒന്നുമല്ല, ചെറിയ രീതിയിൽ തന്നെയാണ്. അതിനെ വലിയ രീതിയിലൊന്നും ബോണ്ട് ഈൽഡിനെയോ അല്ലെങ്കിൽ മാർക്കറ്റിനെയോ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിക് സിറ്റുവേഷനെ ടിൽറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷനോ ഒന്നും അല്ല ഡാനിഷ് പെൻഷൻ ഫണ്ട് ചെയ്യാൻ പോകുന്നത്. ബട്ട് കാര്യം വെച്ചാൽ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ. ബട്ട് അതിന്റെ ഇൻഡിക്കേഷൻ വളരെ വലുതാണ്. അതായത് ഇതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അമേരിക്കയെ കൊടുക്കുന്ന കാര്യത്തിൽ വി വിൽ നോട്ട് ഷൈ അവേ ഫ്രം സെല്ലിംഗ് US ട്രഷറി. എന്നിട്ട് അവർ പറഞ്ഞു US ട്രഷറി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. കാര്യം ട്രംപിന്റെ ഇങ്ങനത്തെ പോളിസീസ് കൊണ്ട് US ട്രഷറിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ലോകത്തിന് കൊടുക്കുന്നത്. സോ ചെറിയ രീതിയിലാണ് സെല്ലിംഗ് പോലും അതൊരു വലിയൊരു മെസ്സേജ് ആണ് എന്നുള്ളതാണ്. അത് ഡെൻമാർക്ക് ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു റിപ്പിൾ എഫക്ട് ഡെൻമാർക്കിൽ മാത്രമല്ല മറ്റുള്ള യൂറോപ്യൻ യൂണിയൻ നേഷൻസിനും, അതുകൂടാതെ ചൈന പോലെയുള്ള, നമുക്കറിയാലോ ചൈന ഈസ് എ ബിഗ് ഹോൾഡർ ഓഫ് US ട്രഷറി ബോണ്ട്സ് എന്നുള്ള കാര്യത്തിൽ അറിയും. അപ്പൊ ഈ വക അൺസർട്ടനിറ്റീസിന്റെ ഇടയിൽ ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മിസൈൽ ഫയർ ചെയ്തതായിട്ടാണ് ഈ പറയുന്ന പോലെ ഡാനിഷ് പെൻഷൻ ഫണ്ടിന്റെ US ട്രഷറിയിൽ നിന്നുള്ള എക്സിറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സുപ്രീം കോടതിയുടെ റൂളിംഗ്, അതായത് ട്രംപിന്റെ ടാരിഫ് ഇല്ലീഗലാണോ ലീഗലാണോ എന്ന് തീരുമാനിക്കുന്ന റൂളിംഗ് മൂന്നാമത്തെ തവണ ഇന്നലെയും കൂടെ അത് ഡിഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഏതായാലും ഇനി ഫെബ്രുവരിയോടുകൂടി അല്ലാതെ ഇത് ഒരിക്കലും ഈ പറയുന്ന പോലെ ആ റൂളിങ്ങിനെ കുറിച്ച് വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഗ്ലോബലി നമ്മൾ മറ്റൊരു ക്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:30 തോന്നുന്നു ട്രംപിന്റെ ഒരു സ്പീച്ച് ഈ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നടക്കുന്നുണ്ട്. അത് വളരെ ക്രൂഷ്യൽ ആയിട്ടായിരിക്കും ഗ്ലോബൽ എക്കണോമി വാച്ച് ചെയ്യുന്നത്. കാര്യം ഇതൊരു യൂറോപ്യൻ കൺട്രിയിൽ വെച്ചാണ്, അതായത് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചാണ് അത് നടത്തുന്നത് എന്നുള്ളതും അവിടെ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളതും ഈ ഒരു സ്പീച്ചിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് അതിന് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള. രണ്ടാമത് ഇന്നലെ നമ്മൾ കണ്ടതാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത്, അതായത് ഇന്ത്യയായിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ട്രേഡ് ഡീൽ, അതായത് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ
ഈവന്റിന് യൂറോപ്യൻ യൂണിയനിലെ പല നേതാക്കളും നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നും കൂടെയാണ്. അപ്പൊ 27-ാം തീയതി ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഡീലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആ സിഗ്നേറ്ററി പാർട്ടിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ക്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ഫേവറബിൾ അല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ദർ ഈസ് എൻ എലമെന്റ് ഓഫ് റിസ്ക്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് ബേസിക്കലി ഈ പറയുന്ന പോലെ ഓഫ് കോഴ്സ് ഇത് തുടങ്ങിയത് ട്രംപ് ആണെങ്കിൽ പോലും അതിന്റെ ഡോമിനോ എഫക്ട് പലതിനെയും അഫക്ട് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് അതിന്റെ ഇടയിൽ ജപ്പാൻ എക്കണോമി അല്ലെങ്കിൽ ജപ്പാൻ ബോൺസിന്റെ കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. എപ്പോഴും നമ്മുടെ ശത്രു അമേരിക്ക തന്നെ ആവണമെന്നില്ല, പല സമയത്തും ജപ്പാനും കൂടി ആവാന്നുള്ളതാണ്. ബട്ട് അതൊരു ഹാർഡ് പോളിസി കൂടെയല്ല. അവിടുത്തെ എക്കണോമിക് ഡേറ്റയിൽ വരുന്ന ചേഞ്ചുകളും അല്ലെങ്കിൽ അവിടുത്തെ ക്യൂസിൽ വരുന്ന ചേഞ്ചുകളും ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. നമുക്കറിയാം എന്നിൽ ബേസ് ചെയ്തിട്ടുള്ള ലോൺ എടുത്തിട്ടുള്ള പൈസ അല്ലെങ്കിൽ എൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബലി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ്, ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ യുഎസിന്റെ ടാരിഫ് ഇഷ്യൂ ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യണമെങ്കിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം വീണാൽ മതിയായിരുന്നല്ലോ. അല്ല, നമ്മൾ രാവിലെ തുറന്നപ്പോൾ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. ജർമ്മനിയുടെ ഡാക്സ്, ഫ്രാൻസിന്റെ കാക്കിനെയൊക്കെ നമ്മൾ ഉദ്ധരിച്ച് നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് അവേഴ്സ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് യു എസ് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അപ്പൊ ഗ്ലോബലി ഈ എൻ ക്യാരി ട്രേഡിന്റെ ഒരു ഇൻഡിക്കേഷൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ആ ഒരു അൺവൈൻഡിങ്ങിന്റെ കാര്യം ഇത് നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ നമ്മൾ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ ക്യാപിറ്റുലേഷൻ നമ്മൾ മാർക്കറ്റ് താഴെ വരുന്ന പ്രതീക്ഷയെങ്കിലും ഇത്രയും വലിയൊരു സ്റ്റീപ്പ് ആൻഡ് സ്റ്റഡി ആൻഡ് കൺസിസ്റ്റന്റ് ഫോളോ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഈവൻ ദെൻ മാർക്കറ്റിന്റെ അണ്ടർടോൺ ഭയങ്കര ബെയറിഷ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമ്മൾ കൊടുത്തിരുന്നു. അതായത് പ്രത്യേക ലെവലിൽ നിന്നും നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ബെയറിഷ് മോഡായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ഇൻ ദ മീഡിയം ടേം. അതുകൊണ്ട് ടെക്നിക്കൽ ചാർട്ടുകാരുടെ എല്ലാ ചാർട്ടും തെറ്റും എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നലത്തെ മാർക്കറ്റിലും അതേപോലെ തന്നെയാണ്. ഇപ്പൊ ടെക്നിക്കൽ അനാലിസ്റ്റുകാരും ഫണ്ടമെന്റൽ അനാലിസ്റ്റുകാരും എല്ലാവരും കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത്. ആർക്കും ഒരു ഐഡിയ ഇല്ല. ഈ 200 മൂവിംഗ് ആവറേജസിന്റെ കാര്യം നേരത്തെ അനില പറഞ്ഞല്ലോ, അത് റെസ്പെക്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളതും ഈ 25,000 എന്നുള്ള സൈക്കോളജിക്കൽ പോയിന്റ് മാത്രമായിരിക്കും ഇപ്പൊ അവർക്കൊരു എന്താ പറയുക ഒരു സേവിംഗ് ക്രീസ് ആയിട്ടുള്ളത്. അതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ മാർക്കറ്റ് വിൽ ബി അബ്സല്യൂട്ട്ലി കൺഫ്യൂസ്ഡ് എന്നുള്ള രീതിയിലാണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് കണ്ടീഷൻസിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ യാതൊരു മോശപ്പെട്ട കാര്യങ്ങളുമില്ല. യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ ഓഫ് കോഴ്സ് അതൊരു സെന്റിമെന്റൽ ബൂസ്റ്റർ ആണ്. ബട്ട് നമ്മൾ അനുഭവിക്കുന്നത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു എഫക്റ്റ് ആണ്. ബട്ട് ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ട് അത് താങ്ങുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിന്റെ വാല്യുവേഷന്റെ കംഫർട്ടും തരുന്നില്ല. നമ്മളെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് വഴിയും സിപ്പ് വഴിയും നമ്മുടെ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന പൈസയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ എന്തൊക്കെ സെല്ലിംഗ് സംഭവിക്കുന്നോ അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നത് കാരണം ഇന്നലത്തെ ഡേറ്റ എടുത്ത് നോക്കിയാലും FISന്റെ സെല്ലിംഗ് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. അതിനേക്കാട്ടിലും കൂടുതൽ DIS ബൈ ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോ റീറ്റെയിൽ ഇൻവെസ്റ്റർ, ദ ഓൺലി ഇൻവെസ്റ്റർ ദാറ്റ് ഇസ് സപ്പോർട്ടിംഗ് ഇന്ത്യൻ മാർക്കറ്റ് ഇസ് ദ റീറ്റെയിൽ ഇൻവെസ്റ്റർ ത്രൂ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ എഫക്ട് കുറഞ്ഞു ആൾക്കാർ അതിലേക്കുള്ള പൈസ കൊടുക്കുന്നത് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ബൾക്കായിട്ടുള്ള സെല്ലിംഗ് അബ്സോർബ് ചെയ്യാൻ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കഴിവില്ലാതെ വന്നേക്കാം. അതാണ് ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻ എന്നുള്ളത്. ഇവിടെ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാൻ അല്ലെങ്കിൽ ബഡ്ജറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഗവൺമെന്റ് അതിന്റേതായ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഷർ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഈ സിസ്റ്റത്തിലേക്കുള്ള ട്രസ്റ്റും വിശ്വാസവും കുറഞ്ഞാൽ അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പൈസ ഇപ്പൊ നമുക്കറിയാലോ HNIs അല്ല, FIIs അല്ല, വലിയ വലിയ PMS കമ്പനീസ് ഒന്നുമല്ല, റീറ്റെയിൽ ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുന്ന പൈസയാണ് ഈ FI സെല്ലിങ്ങിനെ ഒരു പരിധി വരെ അബ്സോർബ് ചെയ്യണത് എന്നുള്ളത്. അത് കാരണം അതിന്റെ എഫക്ട് നമ്മളിലേക്ക് വന്നില്ല എന്നുള്ളത്. എന്നാണോ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ പറയുന്ന പോലെ മാർക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വിശ്വാസം കുറയുന്നത്, അന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുന്ന പൈസ കുറയും. പൈസ കുറയുകയാണെങ്കിൽ അവർക്ക് ഈ സിപ്പ് മുഖാന്തരം മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു എമൗണ്ടിൽ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിംഗ് ഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നല്ല. അപ്പൊ ഇനിയുള്ള ഈവന്റ് റിസ്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇരിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്ററുടെ കയ്യിലാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ വീണ്ടും വീണ്ടും പൈസ കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ആ എമൗണ്ടും ആ ക്വാണ്ടവും കുറയുകയാണെങ്കിൽ മാർക്കറ്റിന് അനദർ ഈവന്റ് റിസ്ക് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ായിട്ട് ചോദിക്കാനായിട്ടുള്ള സാർ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരു ഗ്ലോബൽ ഹെഡ്വിൻസ് നിലനിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും വിപണി ഒരു ഉറ്റുനോക്കുന്ന ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇന്ത്യ EU ട്രേഡ് ഡീൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? നിഖിൽ, അത് വളരെ നന്നായിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാര്യം ഇപ്പൊ US-ൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ആ ട്രേഡ് ഡീൽ ഇല്ലായ്മ കാരണം ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ വഴി നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു സെന്റിമെന്റൽ ബൂസ്റ്ററും കൂടെയാണ്. കാര്യം വെച്ചാൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വലിയൊരു മാർക്കറ്റ് യൂറോപ്യൻ യൂണിയൻ ഇത്രയും രാജ്യങ്ങളിലേക്ക് കിട്ടുമെന്ന്, 20-ൽ പരം രാജ്യങ്ങളിലേക്ക് ഒരു മാർക്കറ്റ് ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു കാലത്ത് US ആയിട്ടുള്ള ട്രേഡ് ഡീൽ നടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ഇതൊന്നുമല്ല. അതായത് എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടക്കുന്നു? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ വാല്യുവേഷൻസ് വളരെ മോശമായോണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ തന്നെ എന്തോരം സ്റ്റോക്ക് ശരിക്കും ഇപ്പൊ SL Propack പോലെ ഒരു മിഡ് ക്യാപ് കമ്പനി അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാപ് കമ്പനി ഇന്നലെ മാർക്കറ്റിൽ പ്ലസ് ആയിരുന്നു. ടിപ്സ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് അവതരിപ്പിച്ച ടിപ്സ് മ്യൂസിക് ഇന്നലെ 8% കയറി ഏതാണ്ട് 4-5% ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൽ ഇന്നലെ പല സ്റ്റോക്കുകളിൽ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് ഇത്രയും പാനിക്കായിട്ടും ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ സ്റ്റോക്കുകൾ കയറുന്നു? അതിന്റെ ഓപ്പർച്യൂണിറ്റി, അതിന്റെ ഏർണിംഗ്സും അതിന് ഫേവറബിൾ ആയതുകൊണ്ടാണ്. അപ്പൊ മാർക്കറ്റിൽ അണ്ടർലൈനിങ് ആയിട്ട് വരുന്ന കാര്യം മാർക്കറ്റിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യലും മാർക്കറ്റിന്റെ വാല്യുവേഷനും തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വക കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് മാക്രോ എക്കണോമിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊരു സെന്റിമെന്റ് ബൂസ്റ്റർ ആണെങ്കിൽ പോലും മാർക്കറ്റിൽ അവസാനം മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സുകളുടെയും അതിന്റെ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യലും അതിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും അതിന്റെ മാനേജ്മെന്റ് ഗൈഡൻസും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തന്നെയില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ എല്ലാം പോസിറ്റീവ്. എനി ഗുഡ് ന്യൂസ് ഈസ് പോസിറ്റീവ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈസ് ഇറ്റ് വർത്ത് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളത്. സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പം സാർ ബജറ്റിൻ്റെ കേസ് സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പം കഴിഞ്ഞ വർഷമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു സീസൺ, ഈ ഒരു ബജറ്റിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 2 വീക്സിന് മുന്നാലൊക്കെ പല സെക്ടേഴ്സിലും നമുക്കൊരു റാലി കാണുന്ന ഒരു സെക്ടറായിരുന്നു. അത് പ്രതീക്ഷിച്ചുകൊണ്ട് പല നിക്ഷേപകരും ഡിഫൻസ്, അതിനോടൊപ്പം റെയിൽവേ പോലുള്ള സ്റ്റോക്സിലൊക്കെ നിക്ഷേപം നടത്താറുമുണ്ട്. പക്ഷേ ഇത്തവണ പരിശോധിക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള യാതൊരു മൂവ്മെൻറ്റും അഥവാ വന്നാൽ പോലും അത് സസ്റ്റെയിൻ ചെയ്ത് ആ ഒരു മൊമെൻറ്റം പല സെക്ടേഴ്സിലും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയാം. സോ ബജറ്റിൽ ഇപ്പോൾ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ പ്രകാരം ഒരുപക്ഷെ കൺസംഷൻ, അതായത് ആഭ്യന്തര തലത്തിലുള്ള ആ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കാൻ ഉള്ള തരത്തിലുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അനില, ഇറ്റ്സ് ബാഡ് ടു ബി ഇൻ ഗവൺമെന്റ് റൈറ്റ് നൗ. ഇന്ന് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ജോലി എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിൽ ഇരിക്കുക അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻകം ടാക്സിന് വലിയ രീതിയിൽ ഒരു ഇളവ് തന്നിരുന്നു എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റിന് വരാനുള്ള റവന്യൂ കുറവ്. ഏതായാലും അദ്ദേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഏതായാലും സാർ തിരിച്ചെത്തുകയാണ്. സാർ പറഞ്ഞോളൂ. അതായത് ഇൻകം ടാക്സ് കട്ട് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഗവൺമെന്റിന്റെ റവന്യൂ കുറഞ്ഞു എന്നുള്ളതാണ്. GST റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റിന്റെ റവന്യൂ കുറഞ്ഞു എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഗവൺമെന്റിന് വരാനുള്ള റവന്യൂ മാർഗങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡയറക്ട് ടാക്സ് ആയാലും ശരി, ഇൻഡയറക്ട് ടാക്സ് ആയാലും ശരി, മീനിങ് ഫുൾ ആയിട്ടുള്ള റവന്യൂ ജമ്പ് അല്ലെങ്കിൽ ബഡ്ജറ്റ് വഴി സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റ് വളരെ മോശമായതുകൊണ്ട് അത് നമ്മൾ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ 1.5 ലക്ഷത്തോളം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും 63,000 STTയും കിട്ടാൻ സാധ്യതയില്ലെന്ന് പറയാം. അപ്പൊ ഗവൺമെന്റ് കയ്യിൽ എന്താ വേണ്ട രീതിയിൽ റവന്യൂ വന്നിട്ടില്ല. സാധാരണ നമ്മൾ ബഡ്ജറ്റിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? ഗവൺമെന്റിന് നല്ല റവന്യൂ വന്നിട്ട് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, പോർട്ട്, റെയിൽവേസ് പോലെയുള്ള കാര്യങ്ങളിലും എയർപോർട്ട് പോലെയുള്ള കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എഡ്യൂക്കേഷനിലേക്ക് പൈസ കൊണ്ടുവരുന്നു. ബേസിക് ആയിട്ടുള്ള അമെനിറ്റീസിന് കൊണ്ടുവരുന്നു. പിന്നെന്താ, നമ്മള് ആഗ്രി പ്രോഡക്ട്സിനും ഫാമിങ്ങിനും ഒക്കെ പൈസ ചെലവാക്കുന്നു. ഇങ്ങനെയാണല്ലോ. അപ്പൊ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ടൈം ആകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സ് കയറുന്നു, ഡിഫൻസ് സ്റ്റോക്സ് കയറുന്നു, റെയിൽവേ സ്റ്റോക്ക് കയറുന്നു, അഗ്രികൾച്ചർ സ്റ്റോക്ക് കയറുന്നു, ഫെർട്ടിലൈസർ സ്റ്റോക്ക് കയറുന്നു. ഇങ്ങനെയായിരുന്നു സാധാരണ.
ഇപ്പൊ ഇന്ന് മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് ഗവൺമെന്റിന് എവിടെയാണ് പൈസ, റവന്യൂ നല്ല രീതിയിൽ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റും എന്നുള്ള. അത് കൂടാതെ എവിടെ നിന്നാണ് ഗവൺമെന്റ് വരുന്നത്? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ ബംഗാൾ, ആസാം, കേരള ഈ 3 സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ബീഹാർ ഇലക്ഷൻ നടത്തും. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ ഇലക്ടറേറ്റിന് വേണ്ടിയിട്ട് ഈ ലാഡ്കി ബഹൻ യോജന അല്ലെങ്കിൽ ലാഡ്ലി ബഹൻ യോജന എന്നൊക്കെ പറഞ്ഞ് 2000 രൂപ 1000 രൂപയൊക്കെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എവിടുന്നാണ് പൈസ പോകുന്നത്? ഈ പൈസയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോകുന്നതോടുകൂടി ഈ പറയുന്ന പോലെ ട്രഷറി ബെഞ്ചസ്, അതായത് ഗവൺമെന്റിന്റെ കോഫിനിൽ കോഫേഴ്സിൽ പൈസ കുറയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പൈസ ഇല്ലാതെ ഗവൺമെന്റ് എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുവരും എന്നുള്ള ഒരു സംശയം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ എപ്പോഴത്തെയും പോലും അല്ലാതെ ഈ പറയുന്ന പോലെ ഈ സ്റ്റോക്കുകളിലൊന്നും ഒരു വലിയ മൂവ്മെന്റ് വരാത്തത്. അതിനെ ഓവർ ഷാഡോ ചെയ്തുകൊണ്ട് ഗ്ലോബൽ ഇഷ്യൂസും മറ്റുള്ള അൺഫൈൻഡിങ് ഓഫ് എൻക്യാരി ട്രേഡും കൂടി വരുമ്പോൾ ഈ വക ഒരു പ്രീ ബഡ്ജറ്റ് മൂവ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട കാര്യം അനില പറഞ്ഞ പോലെ ഒരു കാര്യം തന്നെയാണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഇളവ് കൊണ്ടുവരുമോ എന്നുള്ളതാണ്. ഇതൊരു മാർക്കറ്റ് ബൂസ്റ്ററാണ്, ബട്ട് അതൊരു എക്കണോമിക് ബൂസ്റ്റർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷന്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാറ്റി റവന്യൂ കുറച്ചിട്ട് മറ്റുള്ള സാധാരണ സിറ്റിസൺസിന് വേണ്ടി സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ഗവൺമെന്റ് കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. ചെറിയൊരു ടിങ്കറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം, അത് മാർക്കറ്റിന് വലിയ റിലീഫ് ഉണ്ടാവില്ല. ഇനി അറിയില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഇനിയിപ്പോ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് റിഫോംസ് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ബട്ട് ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിൽ പൈസയില്ല, അതുകൊണ്ട് മിക്കവാറും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ടിങ്കർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇനി അഥവാ എവിടെന്നെങ്കിലും പൈസ കണ്ടെത്തിയാൽ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന് ബെനിഫിറ്റ് ചെയ്യുന്നുള്ള ഒരു എന്താ പറയാ ഒരു വിശ്വാസം എനിക്കില്ല. കാര്യം ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ലാർജർ എക്കണോമി. ലാർജർ എക്കണോമി എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയാണ്. അങ്ങോട്ടേക്കായിരിക്കും മറ്റുള്ള സോഷ്യൽ വെൽഫെയർ സ്കീമിലായിരിക്കും ഗവൺമെന്റ് പൈസ ഇടാൻ പോകുന്നത് എന്നുള്ളതാണ്. ബട്ട് ഇപ്പൊ മാർക്കറ്റ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് എല്ലാ ടെക്നിക്കൽ ചാർട്ടും ഔട്ടായി, എല്ലാ പോസിറ്റീവ് ന്യൂസും ഔട്ടാണ്. ഇതിനകത്ത് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷനും സെന്റിമെന്റും മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യുമോന്നല്ല, നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൽ സെല്ലിംഗ് നിൽക്കുമോ, മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യൂ നമ്മൾ നോക്കേണ്ടത്. താങ്ക് യു അനില. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും ഇപ്പോൾ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എനിക്കതൊരു ബോട്ടിൽ നെക്കിലാണ് ഇന്ത്യൻ ഇക്കോണമി നിലക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ഇപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ സൂരജ് സാറിന്റെ ഒരു അപ്ഡേഷൻ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ഒരു ടാക്സ് റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ടാക്സും റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇൻകം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം Q3 വരുമ്പോഴേക്കും പലപ്പോഴും സാറ്റിസ്ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സിലും ഒരുപോലെ തിളങ്ങാനായിട്ട് കമ്പനികൾക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ നെക്കിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമി എത്തിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ GDP നമ്പേഴ്സും ഇൻഫ്ലേഷനും ഒക്കെ ഫേവറബിൾ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സോ ഇതിനേക്കാളൊക്കെ ഉപരി ഇത്രയും ഫാക്ടേഴ്സൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ പോലും ഈ ഒരു പാനിക് സെല്ലിംഗ്, അതായത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ സെന്റിമെന്റ്സിന്റെ ബേസിൽ നടക്കുന്ന ഒരു പാനിക് സെല്ലിങ്ങിനെ എത്രത്തോളം നമുക്ക് തടയിടാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം കോൺഫിഡൻസ് റീഗെയിൻ സാധിക്കും എന്നുള്ളതായിരിക്കും വിപണിയെ സംബന്ധിച്ചിട്ട് ഇനി മുന്നോട്ടേക്കുള്ള ഒരു ഗതിയെ നിർണ്ണയിക്കുക എന്ന് തന്നെ പറയാം. ഏതായാലും നമുക്ക് അതിനോടൊപ്പം തന്നെ നിഖിൽ നമുക്ക് മറ്റു ചില ഡീറ്റെയിൽസ്, ഏറ്റവും പ്രധാനമായിട്ടും ഇന്നിപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു ഡീലാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്കൊന്ന് പോകാം. ഈ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു റിപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ മാത്രമല്ല, അതിന് രാഷ്ട്രീയപരമായിട്ടും അതിനോടൊപ്പം തന്നെ ജിയോഗ്രഫിക്കലിയും ഇക്കണോമിക്കലായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഈ ഒരു ട്രേഡ് ഡീലിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. യൂറോപ്യൻ ബ്ലോക്ക് ഇപ്പോൾ അമേരിക്കയായിട്ട് അകലുന്നുണ്ട്, അതേസമയം തന്നെ ലോകത്തെ വളർന്നു വരുന്ന പ്രധാനപ്പെട്ട ഇക്കോണമിയായിട്ടുള്ള ഇന്ത്യ ആയിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ കൂടുതൽ അവന്യൂസ്, അതായത് UAE അടക്കമുള്ള രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യും എന്ന രീതിയിലുള്ള അപ്ഡേഷൻസ് ആണ് UAEയുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ $100 ബില്യൺ നിലവിൽ $200 ബില്യൺ ആയിട്ട് 2032 ആകുന്നതോടെ തന്നെ ഈ ഒരു ട്രേഡ് ഡീലൊക്കെ തന്നെ വളരും. അതായത് US പുറത്തേക്ക് നിലവിലിപ്പോൾ ഇന്ത്യ ആയാലും യൂറോപ്പ് ആയാലും നിലവിലിപ്പോൾ കൂടുതൽ എല്ലാ രാജ്യങ്ങളും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിലവിലിപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ഏറ്റവും വലിയൊരു ആയുധമെന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ട്ണർ ആയിരുന്നു US എന്നുള്ളത്. ഇപ്പോൾ US-നെ കടന്ന് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് എല്ലാ രാജ്യങ്ങളും എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഊർസുലയുടെ ഇന്നലെ ഡാവോസിൽ നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ
നമുക്ക് ഓൾമോസ്റ്റ്, അതായത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നൊസ്റ്റാൾജിയാണ് പല റിലേഷൻസും, പല രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് വളരെ നൊസ്റ്റാൾജിക്കാണ്, വളരെ ചെറിഷ് ചെയ്യേണ്ട മൊമെൻറ്റ്സ് ആണ്. പക്ഷേ ആ ഒരു നൊസ്റ്റാൾജിയ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. മാറ്റം പെർമനൻ്റ് ആണ്. ആ മാറ്റത്തെ അംഗീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണ്, യൂറോപ്പ് തയ്യാറാണ്. യൂറോപ്പിൻ്റെ ആ മാറ്റത്തെ ലോക രാജ്യങ്ങളും അംഗീകരിക്കുമെന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉർസുലയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിട്ട്, അതായത് ഈ ഒരു ട്രംപിൻ്റെ താരിഫൊക്കെ വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ എഗ്രിമെൻറ്റിലേക്ക് എത്തിയ രാജ്യങ്ങളിലൊന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിലൊന്നാണ് യൂറോപ്യൻ നേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ട്രേഡ് ഡീൽ വന്നാൽ പോലും ആ ഒരു രാജ്യവുമായിട്ട് ഒരു സോവറിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഇത്തരത്തിലുള്ള ട്രേഡ് ഡീൽസ് ഒക്കെ എത്തുന്നത് അവരുമായിട്ടൊരു ഡിഫൻസ് ആക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയില്ല എന്ന തരത്തിലുള്ള ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു നോഷൻ നിലനിൽക്കുകയാണ്. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. സോ യൂറോപ്യൻ യൂണിയനും അതിനെ നേരിടാനായിട്ട് എല്ലാ തരത്തിലും തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, പരാഗ്വയുമായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഡീലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും വലിയ കരാറ് ഒന്നായിരിക്കും പരാഗ്വയുമായിട്ട് വരുന്നതെന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വളരെ സൈലൻ്റ് ആയിട്ട് കരുക്കൾ നീക്കുന്നു എന്ന് തന്നെ പറയും. ഒരു ചെസ്സിൽ എങ്ങനെ കരുക്കൾ നീക്കുന്നു അത്രയും സൂക്ഷ്മതയോടുകൂടി ഇന്ത്യ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും എടുത്തു പറയുന്നതാണ്. ഏതായാലും ആ ഒരു ഡീലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഉർസുലയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിട്ട്, അതായത് ലോകത്തിൽ നിലവിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന എക്കോണമീസുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ലക്ഷ്യമെന്ന് മാത്രമല്ല ഇനി വരുന്ന ഈ ഒരു സെഞ്ചുറിനെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 20 ഇയേഴ്സ് ആയിട്ട് നടക്കുന്ന ഡിസ്കഷനാണ്. 2007 ഈ ഒരു ഡിസ്കഷൻ്റെ ആദ്യം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2013 ഇത് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് 2022 ജൂണിലാണ് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം പല തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനുവരി 25 മുതൽ 27 വരെ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു EU സബ്മിറ്റിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ഡേറ്റിൽ, അതായത് 27-ാം തീയതിയോട് കൂടി ഒരു ഡീല് സൈൻ ചെയ്തേക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറായിരുന്നു യൂറോപ്യൻ യൂണിയൻ എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. $135 ബില്യൺ മൂല്യമുള്ള ഒരു ട്രേഡാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു $135 ബില്യൺ എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ട്രംപ് ഇന്ത്യക്ക് മേൽ ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യ ഒരു സർപ്ലസ് രാഷ്ട്രമാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ട്രേഡിൽ യൂറോപ്യൻ യൂണിയനിലെ ട്രേഡിൽ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 76 ബില്യൻ്റെ ഇന്ത്യൻ എക്സ്പോർട്സ് നടത്തിയപ്പോഴേക്കും 59 ബില്യൺ ഇമ്പോർട്ട്സ് ആണ് യൂറോപ്യൻ യൂണിയൻ നടത്തിയത്. അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യ ഒരു സർപ്ലസ് രാഷ്ട്രം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ നിലവിൽ ഇപ്പോൾ ഏതൊക്കെ അഗ്രികൾച്ചർ സെക്ടറിലടക്കം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കരാറിലേക്കായിരിക്കും, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അങ്ങേയറ്റം പരിരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്കായിരിക്കും എത്തുക എന്നൊരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. US ആയിട്ട് പരിശോധിക്കുകയാണെങ്കിലും ഇന്ത്യ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പൾസസിന് US അഗെയിൻസ്റ്റ് ആയിട്ട് US നിന്നുണ്ടാകുന്ന ഇമ്പോർട്ടുകൾക്ക് ഏകദേശം ഒരു 30% ഒരു ഡ്യൂട്ടി വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇന്ത്യ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലപാട് എന്ന് പറഞ്ഞെങ്കിൽ ഫാമേഴ്സിന് പ്രശ്നം വരുന്ന രീതിയിലുള്ള യാതൊരു കാര്യത്തിലും നമ്മൾ നിലനിൽക്കില്ല എന്നതായിരുന്നു. US കോൺവേ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ ഒരു ട്രേഡ് ഡീലിൻ്റെ ഒരു പ്രീ കണ്ടീഷനായിട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ രീതിയിലുമുള്ള താരിഫ് ഇന്ത്യ മാറ്റണം എന്നായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രയോറിറ്റി ഇന്ത്യ തന്നെയാണ് എന്നുള്ളത് വീണ്ടും ഇന്ത്യ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ പോയി സൂചിപ്പിച്ചതുപോലെ അതിനൊരു വലിയൊരു ന്യൂസ് വാല്യൂ ഒന്നും കൊടുക്കാതെ എന്നാൽ വേണ്ടുന്ന തലത്തിൽ കൃത്യമായ സ്ഥലത്ത് കരുക്കൾ നീക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിൽ അത് വലിയ തോതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഈ ബഡ്ജറ്റിൽ നേരത്തെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ നിക്ഷേപകരുടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻസ് ഉണ്ടാവുകയാണെങ്കിലായിരിക്കും വലിയ തോതിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുക. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ ഇത്രയധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അത്തരം ഒരു ഷോർട്ട് കവറിങ് ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് കരുതി വീണ്ടും ഒരു എടുത്തുചാടി ഒരു തീരുമാനം
തീരുമാനത്തിലേക്ക് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നീങ്ങുക എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും നിഖിൽ, അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇന്ത്യൻ രൂപയും വലിയ തോതിലൊരു കുത്തിനുള്ളൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം പുതിയൊരു ഓൾ ടൈം ലോയിലേക്ക് ഡോളറിനെതിരെ രൂപ ഇടിഞ്ഞിരിക്കുകയാണ്. 91 രൂപ 38 എന്ന നിലവാരം ഇടിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയും വീക്കൺ ചെയ്യുകയാണ്. അതേസമയം ആഗോളതലത്തിൽ ഡോളർ ഇൻഡെക്സ് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഡോളർ ഇൻഡെക്സ് മറ്റ് കറൻസികളുമായിട്ടും ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കോൺട്രഡിക്റ്റ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കെന്തായാലും മാർക്കറ്റ് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 25,100 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. 20,092 എന്നൊരു ലോ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റിന് എത്രത്തോളം ക്ലോസിംഗ് നടത്തുമ്പോഴേക്കും ആ ഒരു ലെവൽ റീഗെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയായിരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിട്ടും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടല്ല നൽകിയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ പർപ്പസ് നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. Opening hours with MyFin.